ഡോക്ടർ ജി വി ഹരി, പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ബിക്കാനീർ പ്രസംഗം കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാത്രമല്ല, ഞാൻ ആമുഖത്തിൽ ഞാൻ പറഞ്ഞു, പഹൽഗാം കൂട്ടക്കൊല നടന്നിട്ട് 1 മാസം പൂർത്തിയാവുകയാണ്. പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു, താക്കീത് നൽകുന്നു. ഭീകരവാദം അവസാനിപ്പിക്കാതെ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല. അഥവാ ഉഭയകക്ഷി ചർച്ച നടക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് ജമ്മു കാശ്മീരിനെ കുറിച്ച് മാത്രമാവും. മാത്രമല്ല, ഇന്ന് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അദ്ദേഹം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. പഹൽഗാം കൂട്ടക്കൊലയിൽ അസിം മുനീറിന് പങ്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അയാൾ മതഭ്രാന്തനാണ്, അദ്ദേഹമാണ് ഈ തീവ്രവാദികളെ ഇളക്കി വിട്ടത് എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു എസ് ജയശങ്കർ. അല്ലേ, നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എന്നും അതിനുള്ള എല്ലാ പിന്തുണയും നൽകാൻ ബാധ്യസ്ഥമാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് സർക്കാർ എടുക്കുന്ന എല്ലാ നിലപാടുകളോടും വളരെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ സപ്പോർട്ടാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി താങ്കൾക്കറിയാവുന്നതുപോലെ വിദേശ രാജ്യങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചു പോകുന്ന സംഘത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് താങ്കൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് തീവ്രവാദവും വിഘടനവാദവും അവസാനിപ്പിക്കണം, ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കണം. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം പുരോഗമനത്തിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുക എന്നൊരു സമീപനം തന്നെയാണ് എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തീരുമാനമാണ് പൊതുവായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതും അത് താങ്കൾക്കറിയാവുന്നതുമാണ്. പക്ഷേ ചില കാര്യങ്ങളിലുള്ള ഞങ്ങളുടെ വിയോജിപ്പുകൾ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ചില രാഷ്ട്രീയം കലർത്തുവാനുള്ള ശ്രമങ്ങളെ ആണ് നമ്മളെപ്പോഴും അവലംബിച്ചിട്ടുള്ളത്. കാരണം പാർട്ടിയുടെ തന്നെ ചില കാര്യങ്ങളിലേക്ക് കടന്നു കയറാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഒരു പാർട്ടി എന്ന നിലയിൽ, രാജ്യത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയപരമായി നമ്മൾ ചെയ്യും. പക്ഷേ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും അതോടൊപ്പം രാജ്യത്ത് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്ത് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തെ അങ്ങേയറ്റം ശക്തമായിട്ട് നമ്മൾ അവലംബിച്ചിട്ടുണ്ട്. അതിനെന്തൊക്കെയാണോ പാകിസ്ഥാനെതിരായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ സാധിക്കുന്നത്, എല്ലാത്തിലും കോൺഗ്രസ് പാർട്ടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും താങ്കൾക്ക് വേണം. ഡോക്ടർ ഹരി, AICC അധ്യക്ഷൻ ഖാർഗെ, അതുപോലെ നിങ്ങളുടെ നേതാവ് രാഹുൽ, ജമ്മു ആൻഡ് കാശ്മീരിലെ കോൺഗ്രസ് നേതാവ് മിസ്റ്റർ മിർ, ഇവരെല്ലാം ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂറിനെ തൊടിസി ബാത്ത് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഗൗരവം ഇതുവരെയായും കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടി ഉൾക്കൊണ്ടിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, രാഹുലിൻ്റെ ചില പരാമർശങ്ങൾ, ചില പ്രസ്താവനകൾ, നമുക്ക് എത്ര മിസൈലുകൾ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള, അതായത് രാജ്യം വലിയൊരു പ്രതിസന്ധി ആണ് അഭിമുഖീകരിച്ചത് അല്ലേ? ആ പ്രതിസന്ധി മറികടന്നുകൊണ്ട് വലിയൊരു വിജയം ആഘോഷിക്കുമ്പോൾ ആ വിജയത്തെ ചെറുതായി കാണുന്ന സമീപനം, അത് കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് ആശാസ്യമാണോ? അല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ സൂചിപ്പിച്ച എൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം വെറും ഒരു MP അല്ല ഇപ്പോൾ എന്നുള്ളത് താങ്കൾ മറക്കുന്നു ചില കാര്യത്തിൽ. അദ്ദേഹത്തിന് അങ്ങയുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹം രാജ്യത്തിൻ്റെ വെറും ഒരു MP മാത്രമല്ലെന്നും, ഇപ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ അതെ അത് അങ്ങേയടക്കമുള്ള ആളുകൾക്ക്, അത് ചിലരൊക്കെ പ്രത്യേകിച്ച് BJP-ക്കാർ മറന്നുപോയാൽ അതിനകത്ത് ഞങ്ങൾക്ക് പ്രയാസമല്ല. പക്ഷേ മാധ്യമപ്രവർത്തകരൊക്കെ അത് മറന്നു പോകുമ്പോൾ അതിനകത്ത് അല്പം പ്രയാസമുള്ളത് കൊണ്ടാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചത്. അല്ല, പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലാണ് ഇരിക്കുന്നത് എന്ന കാര്യം അദ്ദേഹം വിസ്മരിക്കുന്നു പലപ്പോഴും. അത് അനിലിൻ്റെ ഒരു വീക്ഷണമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ രാഹുൽ ഗാന്ധി
ചോദിച്ച ചോദ്യത്തിനകത്തൊരു തെറ്റുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ, ഇതുവരെയായിട്ടും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം അതൊക്കെ മറുപടി അർഹിക്കുന്നതാണോ? അത് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ മന്ത്രിയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിലുള്ള ആളുകളൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ രാജ്യത്തെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്താണ്? അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മൾ ഈ അറ്റാക്കിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന പ്രദേശങ്ങൾ മാത്രമാണ് നമ്മൾ ആക്രമിക്കാൻ പോകുന്നത് എന്ന് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ പറയുന്നത് അത് നേരത്തെ തന്നെ ഈ വിവരം കൊടുക്കുന്നതിന് തുല്യമല്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അത് എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി എന്നതിന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഈ നമ്മുടെ യുദ്ധത്തിൽ ഈ പറയുന്ന ആക്രമണത്തിലും പ്രത്യാക്രമണത്തിലും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ വിമാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് സൈനികരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിന് നേരിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ പരസ്യമായി പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിനോട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പറയാനുള്ള ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ അതും പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതേ ചോദ്യം അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പറയാം. നേരത്തെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളും ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളെ ആദ്യം അവഗണിച്ച ആളുകളാണ് BJPയുടെ നേതൃത്വം, അതോടൊപ്പം തന്നെ സർക്കാരും. അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടുള്ള ജാതിയിൽ വീട്ടിലുള്ള ആളുകൾക്ക് പലപ്പോഴും പലയിടത്തും പ്രത്യേകിച്ച് സർക്കാരുകളിലൊക്കെ തന്നെ കൃത്യമായ ഒരു പ്രാതിനിധ്യം കിട്ടാത്ത സാഹചര്യത്തിൽ ജാതി സെൻസസ് നടത്തണമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹത്തെ കളിയാക്കി. അദ്ദേഹം പറഞ്ഞത് എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണ് അല്ലെങ്കിൽ വളരെ മണ്ടത്തരാണ് എന്ന് പറഞ്ഞു. അവസാനം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു നമ്മൾ ജാതി സെൻസസ് നടത്താൻ പോവുകയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അതേ കാര്യം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനകത്ത് ന്യായം, നമുക്ക് ഈ വിഷയമുണ്ടായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ CWC കൂടി എല്ലാവിധമായ സപ്പോർട്ടും റെസൊല്യൂഷൻ പാസ്സാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അത് വിദേശത്തായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി ആ യാത്രയെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം എത്രയും വേഗം തിരിച്ചു വന്ന് അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിങ്ങൾ ഇപ്പോഴും ഓർക്കണം, പ്രധാനമന്ത്രി പോലും അവിടെ പോയിട്ടില്ല. പ്രധാനമന്ത്രി പോലും ഇത്രയും പ്രശ്നമുണ്ടായിട്ടുള്ള പഹൽഗാമിൽ പിന്നീടാണ് ചില പ്രതിനിധികളൊക്കെ അവിടെ പോയിട്ടുള്ളത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് നിലയിൽ അദ്ദേഹം അവിടെ എത്തി, അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി, അവിടുത്തെ മുഖ്യമന്ത്രി പഹൽഗാമിലെത്തി. അല്ല നോക്കൂ, ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട് കാശ്മീർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലേ അദ്ദേഹം? അതുമായി ബന്ധപ്പെട്ട് ഒമർ അബ്ദുള്ളയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ആശയവിനിമയത്തെക്കുറിച്ചൊക്കെ നിങ്ങളൊക്കെ അടക്കമുള്ള ആളുകൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഒപ്പം തന്നെ പാർട്ടി എന്ന നിലയിൽ, കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ, കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമന്വിതമായിട്ടുള്ള ബോഡിയാണ് താങ്കൾക്ക് അറിയാവുന്ന പോലെ CWC. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടുകയും എല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടും കോൺഗ്രസ് പാർട്ടി BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് നൽകുകയും ശ്രീ നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സൈന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. സൈന്യത്തിനെല്ലാം പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴും അതിനകത്ത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയുള്ള ചില കാര്യങ്ങൾ, ഇവിടെ നിങ്ങൾക്കറിയാം അമിത് മാളവിയ ചെയ്തിട്ടുള്ള കാര്യം, ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിനെ അവിടുത്തെ പാകിസ്ഥാൻ്റെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനുമായി അല്ലെങ്കിൽ പട്ടാള ഉദ്യോഗസ്ഥൻ്റെ മുഖവുമായി ചേർത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ എക്സിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത് ഉത്തരവാദിത്തമാണ് മാളവിയെ പോലുള്ള ആളുകൾക്കുള്ളത്? എന്ത് ധാർമ്മികതയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ അവർക്കുള്ള ഇതിൽ? അപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾക്ക് എന്തുമാകാം, പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടോ അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് തീവ്രവാദം, അതൊരു അതിനൊരു പറയുന്നത് അദ്ദേഹത്തെ അങ്ങനെ അദ്ദേഹത്തിന് നമ്മുടെ രാഷ്ട്രത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങേയറ്റം അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണെങ്കിൽ, ഇപ്പം നോക്കൂ, ഈ ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ വിജയം അത് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കാൻ ദൗത്യ സംഘങ്ങളെ അയക്കുകയാണല്ലോ അല്ലേ? രാഹുലിന് അങ്ങോട്ട് കയറി പ്രധാനമന്ത്രിയോട് പറയാമായിരുന്നു, ഞാൻ ഈ സംഘത്തെ നയിക്കാം, ഞാൻ വില്ലിങ്ങാണ്, ഞാൻ തയ്യാറാണ്, ഞാൻ സന്നദ്ധനാണ്. അദ്ദേഹത്തിന് പറയാലോ. നോക്കൂ അനിൽ, ഞാൻ ഇതിനു മുമ്പും ഒരുപാട്, ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിൽ യുദ്ധവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിദേശ രാജ്യത്തേക്ക് ഇത്തരത്തിലൊരു ഡിപ്ലോമാറ്റിക് ടീംസ് പോകുന്നത്. പണ്ട് താങ്കൾക്ക് അറിയാവുന്ന പോലെ ശ്രീ വാജ്പേയി അടക്കമുള്ള ആളുകൾ
ഈ സംഘത്തിൻ്റെ ഭാഗമായി പോയിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് അദ്ദേഹം ഇങ്ങോട്ട് കയറി പറഞ്ഞതല്ല. പ്രതിപക്ഷ നേതാവിനോട് അന്നത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ എല്ലാ ഈ ആദരവും നൽകിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്ന ഒരു വലിയ പൊസിഷനാണ്. താങ്കളത് മനസ്സിലാക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന പദവിയാണ്. എന്തിനാണ്? ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ്. അങ്ങനെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനായി ഈ രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതിന് താങ്കൾക്ക് സംശയമൊന്നുമില്ലെന്നാണ് എനിക്കറിയാവുന്നത്. അല്ല, എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതായത് ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല, അദ്ദേഹം 2 സ്ഥലത്ത് നിന്നാണ്. അത് 1-2 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിനൊന്നുമല്ല, 2.5 ലക്ഷം 3 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആണ് അദ്ദേഹം 2 സ്ഥലത്ത് നിന്ന്. ഒന്ന് നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ നിന്നും, പിന്നെ അദ്ദേഹം UP യിൽ നിന്നും അദ്ദേഹം വിജയിച്ച് അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ളത് ഓട് വിളിച്ച് വന്നതൊന്നുമല്ല. അദ്ദേഹം ആരുടെ ഔദാര്യം കൊണ്ട് വന്നതല്ല, ഈ രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്താണ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആരോടാണ് ഉത്തരവാദിത്തം? ഈ രാജ്യത്തെ സർക്കാരിനോടല്ല അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം, ഈ രാജ്യത്തെ ജനങ്ങളോടാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ജനങ്ങൾ അറിയേണ്ട ചോദ്യങ്ങൾ നിരന്തരം അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കൾ പിണറായി വിജയൻ അടക്കമുള്ള പക്ഷേ അദ്ദേഹം മറ്റ് പലരുടെയും ജിഹ്വയായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു സംശയമുണ്ട് കേട്ടോ. അല്ല അതൊക്കെ BJP പറയുന്നതൊക്കെ തന്നെയാണ് അനിലും ആവർത്തിക്കുന്നത്. എനിക്ക് അതിലൊന്നും ഉത്തരവില്ല. അതിനകത്ത് പറയാൻ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് ഈ അമിത് മാളവിയെ പോലുള്ള ആളുകളൊക്കെ, ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് പാകിസ്ഥാനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ സന്ദർശിച്ച പ്രധാനമന്ത്രിയല്ലേ നമുക്കുള്ളത്? ആണോ? പാകിസ്ഥാൻ സന്ദർശിച്ച് അവിടെ നിന്ന് ബിരിയാണിയും കഴിച്ചിട്ട് വന്നയാളാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. അതിൻ്റെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. സംശയമുണ്ടോ അതിന് സംശയമുണ്ടോ? അപ്പൊ രാജ്യത്തിന്റെ അവിടെ പോയി അവിടുത്തെ പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിച്ചു നമ്മുടെ പ്രധാനമന്ത്രി. തെറ്റ് ഞാൻ കാണുന്നില്ല. അതെ, അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം സന്ദർശിച്ചു. ഞാൻ പറഞ്ഞോട്ടെ ഞാനത് പറഞ്ഞു തീർത്തോട്ടെ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ അങ്ങനെ പാകിസ്ഥാനിൽ പോയിട്ടുള്ള പ്രധാനമന്ത്രിയെ കുറിച്ച് ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? അപ്പോൾ പിന്നെ പാകിസ്ഥാനിൽ പോകാത്ത, ഈ രാജ്യത്ത് മാത്രം പ്രവർത്തിക്കുന്ന, രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, രാജ്യത്തിൻ്റെ എല്ലാ ഐശ്വര്യത്തിലും ക്ഷേമത്തിലും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് പാകിസ്ഥാൻ വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന രാഹുൽ അദ്ദേഹം ആ വേദികളിൽ അവിടെ ആ രാഷ്ട്രങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ച വേദികളിലൊക്കെ ഭാരതത്തെ ഇകഴ്ത്തി മാത്രമാണ് സംസാരിച്ചത്. അതിലൊരു സംശയവുമില്ല. അവിടെയാണ് രാഹുലിന്റെ ആത്മാർത്ഥതയും രാഹുലിന്റെ ദേശസ്നേഹവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ല, അതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഞാനും അനിലും ഇതേ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം കുറ്റം പറയേണ്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ രാജ്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട വാക്കുകൾ അധിക്ഷേപത്തോടു കൂടി സംസാരിച്ച ആൾ അന്ന് അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വിദേശത്ത് പോയിട്ട് അദ്ദേഹം തന്നെയാണ്. അതിൻ്റെ രേഖകൾ ഇവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കില്ല എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും നമുക്ക് കുത്തിപ്പൊക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അതുകൊണ്ട് അല്ലേ, ഒറ്റ കാര്യം ഞാൻ പറയാം. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഈ രാജ്യത്തെ ഈ തരത്തിലേക്ക് വളർത്തിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ 10 വർഷമായി അല്ലെങ്കിൽ 9 കൊല്ലക്കാലമായി നമ്മൾ അതെ 9 കഴിഞ്ഞ് 10 വർഷമായി 11 വർഷക്കാലമായി രാജ്യത്തിൻ്റെ ഭരണത്തിലില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പറയട്ടെ, ഭരണത്തിൽ ഇരിക്കുക മാത്രമല്ലല്ലോ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന, മുക്കിലും മൂലയിലും പ്രവർത്തകരുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിനകത്ത് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതം കഴിഞ്ഞു മാത്രമേ ഉള്ളൂ എന്തും, ഈ രാജ്യത്ത് ഇന്ത്യ കഴിഞ്ഞു മാത്രമേ ഉള്ളൂ കോൺഗ്രസ് പാർട്ടിക്ക് എന്തും. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ നിലനിർത്താൻ, ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയും നിലനിർത്താൻ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പ്രതിജ്ഞാബദ്ധമാണ്. അപ്പം ഞാനടക്കമുള്ള ആളുകൾ ഈ രാജ്യത്ത് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വിഘടനവാദത്തിനും പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ആളുകളല്ല. എവിടെ അതുണ്ടോ അതിനെ എതിർക്കണമെന്നും ശക്തമായി അതിനെതിരെ നടപടിയെടുക്കണമെന്നും പറയുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് 100% ഉറപ്പുണ്ട്, എൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഈ രാജ്യത്തിൻ്റെ ശക്തിപ്പെടുത്തുന്നതിന്, രാജ്യത്തിൻ്റെ ഐക്യത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ചോദിക്കേണ്ട ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രയാസമായിരിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നതെങ്കിൽ, ഉത്തരം പറയാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അത് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ചോദ്യങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. പണ്ട് വിജയൻ മാഷ് പറഞ്ഞ അതേ ആവർത്തിക്കുന്നു. നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനിയും രാഹുലിന് മാത്രം ഞാൻ പറഞ്ഞോട്ടെ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
രാഹുലിന് മാത്രമല്ല, നിങ്ങൾ രാഹുലിന് മാത്രം കോർണർ ചെയ്യല്ലേ. നിങ്ങൾ കുറെ കാലമായി ശ്രീ രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യുന്നു. നിങ്ങൾ കുറെ കാലമായി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഓരോ തവണയും അദ്ദേഹത്തെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് അതിലൊന്നും ഒരു വ്യക്തത ലഭിച്ചില്ല എന്ന് കാഴ്ചയാണ് കണ്ടത്. പറയുന്നിടത്താണ് അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹം അളക്കപ്പെടുന്നത്. അല്ല, ഞാൻ ഒറ്റ കാര്യമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യാൻ തുടങ്ങി. നിങ്ങളെന്ന് ഞാൻ പറയുന്നത് താങ്കൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ BJP ഉദ്ദേശിച്ച് പറഞ്ഞു. അപ്പം BJP എല്ലാ കാലത്തും ശ്രീ രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യാൻ, അദ്ദേഹത്തെ ഒരു തീവ്രവാദിയാക്കാൻ, അദ്ദേഹത്തെ ദേശവിരുദ്ധനാക്കാനുള്ള ശ്രമങ്ങൾ ഇത് പുതിയ കാലത്ത് തുടങ്ങിയൊന്നുമല്ല. ഞങ്ങളിത് അദ്ദേഹം ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓരോ തവണയും അദ്ദേഹത്തെ ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കൂടുതൽ രാജ്യത്തെ ജനങ്ങൾ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാഴ്ച ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടു. എന്താണ് പിന്നീട് കണ്ടിട്ടുള്ളത്? പിന്നീട് അദ്ദേഹത്തെ ഈ രാജ്യത്തെ ജനങ്ങൾ വിജയിപ്പിച്ച് അദ്ദേഹം ഇന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി സർക്കാർ ചെലവിൽ, സർക്കാരിൻ്റെ ബംഗ്ലാവിൽ, സർക്കാർ നൽകിയ വാഹനത്തിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു, അല്ലേ? അതെന്തുകൊണ്ടെന്നറിയാമോ? അത് രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായി അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിജയൻ മാഷ് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിക്കുന്ന ചോദ്യത്തിൽ ആ ചോദ്യം കേട്ട് നിങ്ങൾ ക്ലാസ്സിലെ കുട്ടിയെ പുറത്താക്കിയേക്കാം, ആ കുട്ടിക്ക് പുറത്തു പോകേണ്ടി വന്നേക്കാം, പക്ഷേ അപ്പോഴും ആ ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഉത്തരം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം ഈ രാജ്യത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിലും ആ ചോദ്യം അവിടെ തന്നെ ഉണ്ട്. ആ ചോദ്യത്തിന് നാളെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകും.